നമ്മുടെ ക്രോംപ്ടൺ BLDC ഫാൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഓണാക്കി നോക്കാം. റിമോട്ടിലാണ് ഓണാക്കുന്നത്. പക്കാ കാറ്റാണ്, നല്ല അടിപൊളിയാണ്. ഹൈ സ്പീഡിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് റിമോട്ടിൽ തന്നെ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നേ ഒരു പുതിയ BLDC ഫാൻ വാങ്ങിയത്. കോംപ്ടൻ്റെ എനർജി എന്ന മോഡലാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. 35 വാട്ട്സിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ കറണ്ട് കുറക്കാന്നുള്ള ഉദ്ദേശത്തോടെ നമ്മുടെ പഴയ ടൈപ്പ് ഫാനൊക്കെ മാറ്റിയിട്ട് നമ്മൾ BLDC ഫാൻ വെച്ച് നോക്കിയാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. നമ്മൾ ക്രോംപ്ടൻ്റെ എനർജി എന്നുള്ള മോഡൽ എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ BLDC ഫാനുകളിൽ ബോർഡ് വരും. ബോർഡിന് 5 വർഷം ഗ്യാരണ്ടി ഉണ്ട്. അപ്പോൾ ഗ്യാരണ്ടി കൂടുതലുള്ള BLDC ഫാനുകൾ നോക്കി നമ്മൾ വാങ്ങാൻ ശ്രദ്ധിക്കുക. ഇതൊന്ന് നമുക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ പെർഫോമൻസ് എന്നൊക്കെ ഉള്ളത് നമുക്ക് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മളുടെ BLDC ഫാൻ്റെ കവർ പൊട്ടിക്കുകയാണ്. ചെറിയൊരു അൺബോക്സിങ് ആണ്. ഇതിൽ നേരെ കണക്ട് ചെയ്യാനുള്ള ഒരു പൈപ്പ് ഉണ്ട്. അതുപോലെ 5 ഇയർ വാറൻറ്റിയാണ് നമുക്ക് വരുന്നത്. വാറൻറ്റി കാർഡ്, റിമോട്ട് വന്നിട്ടുണ്ട്. ഇതിൽ 2 കപ്പ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ BLDC മോട്ടർ. വൈറ്റ് കളറാണ് നമ്മൾ എടുത്താക്കുന്നത്. അപ്പോൾ 5 സ്റ്റാർ റേറ്റിംഗ് ആണ് വന്നത്. ഈ ഒരു മോഡൽ 5 സ്റ്റാർ റേറ്റിംഗ് ആണ് വന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ബോർഡ് ഉണ്ടാവും. അപ്പോൾ ബോർഡിന് ഏറ്റവും കൂടുതൽ വാറൻറ്റി ഉള്ള നോക്കി എടുക്കണേക്കും BLDC ഫാനുകൾ എടുക്കുന്നത് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ഈ വേസ്റ്റ് മോഡലായിട്ട് ഇത് തന്നെ എടുത്തത്. അപ്പോൾ ഇതിന് നമുക്ക് 3250 രൂപയാണ് ഷോപ്പിൽ വന്നത്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടും. അതിന് ഏകദേശം ഒരു 3400 കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കണക്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഇതിൽ കണക്ഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 വയറുണ്ടോ, 2 വയർ, ഇത് ഫേസ് ന്യൂട്രലാണ് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് 2 വയർ എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. ഫേസ് ന്യൂട്രൽ കൊടുത്തിട്ട് നേരെ കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കിതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ലീഫ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. എനർജി വേണ്ട, ക്രോംപ്ടൺ എനർജിയോ. ലീഫും വൈറ്റ് തന്നെയാണ്, ഫുൾ വൈറ്റ് മോഡലാണ് ഉണ്ടാകുന്നത്. ഇതാണ് നമുക്ക് 3 ലീഫ് വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് പെട്ടെന്ന് കണക്ട് ചെയ്ത് നോക്കാം. നമുക്ക് കണക്ഷൻ കൊടുക്കാനായിട്ട് ഇതുപോലെ 2 വയർ വേണം. അപ്പോൾ അത് നമുക്ക് ഫേസ് ന്യൂട്രൽ കൊടുത്ത് നേരെ നമ്മുടെ വീട്ടിലെ ലൈനിലേക്ക് കൊടുത്താൽ മതി. വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാം. നമ്മൾ കണക്ട് ചെയ്യേണ്ട വയറുകൾ നമ്മൾ റെഡും ബ്ലാക്കും ഫേസ് ന്യൂട്രൽ കൊടുക്കാനായിട്ട് ഈ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാം. ഇതുപോലെ ഫേസ് കണക്ട് ചെയ്യാം. ഫേസ് ന്യൂട്രൽ കൊടുത്തിട്ടുണ്ട്. ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് 8 ബോൾട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല പക്ക ടൈറ്റ് ഇട്ടതിന് ശേഷം പിന്നിട്ട് കൊടുക്കാം. ഇതുപോലെ പിന്നിട്ട് കൊടുക്കാം. പിന്നെ സേഫ്റ്റിക്ക് ഓക്കെ. നമ്മുടെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ കപ്പുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കണക്ട് ചെയ്യാനുള്ള നെട്ടും ബോൾട്ടൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിവിടെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ കപ്പ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഒരു ലീഫ് ഇങ്ങനെ സെറ്റ് ചെയ്യുക. ഏകദേശം നമ്മുടെ ഫാൻ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ടൈറ്റ് ചെയ്യാം. ഫേസ് ന്യൂട്രലും BLDC ഫാനിന് എപ്പോഴും കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. അത് മാറിപ്പോരുത്, ചെക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നേരെ നമുക്കിനി വീട്ടിൽ കണക്ട് ചെയ്യാം. ഫാനിൻ്റെ കണക്ടർ അങ്ങോട്ട് കണക്ട് ചെയ്യാം. ഇതൊന്ന് അവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് മുകളിൽ വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ വീട്ടിലെ സാധാ ഫാൻ മാറ്റിയിട്ടാണ് നമ്മൾ BLDC ഫാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ റെഗുലേറ്റർ ഉണ്ടാവും. റെഗുലേറ്റർ നമ്മൾ ഹൈ സ്പീഡിലിടാം, അല്ലെങ്കിൽ അത് ഡിസ്കണക്ട് ചെയ്ത് വെക്കാം. ഞാനിവിടെ ഡിസ്കണക്ട് ചെയ്ത് വെച്ചൊക്കെയാണ്. നമ്മുടെ ഫാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ന്യൂട്രലും കറക്റ്റായിട്ട് കൊടുക്കുക. ഫേസ് ന്യൂട്രൽ മാറിപ്പോയത് BLDC ഒരിക്കലും. അപ്പോൾ ഇത് നമുക്ക് കണക്ട് ചെയ്ത് ഇൻസ്റ്റലേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇതൊക്കെ ടൈറ്റ് ചെയ്ത് ഇതിൻ്റെ ലോക്ക് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. നമ്മളുടെ ക്രോംപ്ടൻ്റെ BLDC ഫാൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ റിമോട്ട് നമുക്ക് പെയർ ചെയ്യണം.
ഈ റിമോട്ട് നമ്മളുടെ BLDC ഫാനായിട്ട് പെയർ ചെയ്താൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അതിന് വേണ്ടി നമ്മൾ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് ഈ ഓഫുമേയും അതുപോലെ തന്നെ ഈ വണ്ണുമേയും പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ റിമോട്ട് BLDC ഫാനായിട്ട് പെയറായി കഴിഞ്ഞാൽ നമുക്ക് റിമോട്ടിൽ ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഓൺ ഓഫ് ഉണ്ട്, പിന്നെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ ടൈമർ ഉണ്ട്. അതുപോലെ നമ്മൾ ഓണാക്കി ഫാൻ വർക്ക് ചെയ്യണേക്കാൾ മുമ്പ് ഈ 2 സ്വിച്ചുമേ നമ്മൾ ഞെക്കുന്നു, പെയറാവുന്നു. അതിനുശേഷം ഓണായി. നല്ല സ്പീഡ് കൺട്രോൾ ചെയ്ത് നോക്കാം. 5-ലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് റിമോട്ടിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ ടൈമറിൽ വെച്ച് നമുക്ക് ഒരു മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂർ അങ്ങനെ സെറ്റ് ചെയ്ത് ഓഫ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ റിമോട്ടിൽ വന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ശുഭദിനം.